എല്ലാവർക്കും നമസ്കാരം. അസ്സലാം വലൈക്കും. മുസ്തഫ മൗലവിക്ക് മറുപടി എന്നാണ് നമ്മൾ തമ്പനയിൽ കൊടുത്തിട്ടുള്ളത്. മുസ്തഫ മൗലവി എന്ന് കേരളത്തിലുള്ള ഏകദേശം എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാവുന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം മുആവിയക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നടന്ന അട്ടിമറികളെ പറ്റി വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അബൂ സുഫിയാനെതിരെ സംസാരിക്കുന്നുണ്ട്, മുആവിയക്കെതിരെ, യസീദിനെതിരെ ആ ചരിത്രമൊക്കെ വളരെ പച്ചക്ക് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ ചർച്ചയാകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തെ പറ്റി പലവരും, മുസ്തഫ മൗലവി മാത്രമല്ല, ഇപ്പൊ പലവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഷിയ ടച്ചുള്ള ആളുകളൊക്കെ കേരളത്തിൽ ഇപ്പോഴുണ്ട്. അവരടക്കം പലരും ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് മുസ്തഫ മൗലവിക്ക് മറുപടി കൊടുക്കണത് എന്ന് പറഞ്ഞാൽ, മുസ്തഫ മൗലവിക്ക് മറുപടി കൊടുക്കലല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങളും ചർച്ചകളും ഇവിടെ നടക്കുന്നുണ്ട്. മുസ്തഫ മൗലവി അടക്കം പലവരും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും കാതലായിട്ടുള്ള ഭാഗം പറയുന്നില്ല എന്നുള്ളതാണ്. പിശാചുക്കളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് കുടിപ്പകയുണ്ടായിരുന്ന അബൂ സുഫിയാനും മുആവിയയും യസീദും അതുപോലെയുള്ള ടീമുകളുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ അട്ടിമറിച്ചപ്പോൾ അവരുടെ അധികാരത്തിനും അവരുടെ പ്രൗഢിക്കും അവരുടെ പഴയ സംഭവങ്ങളൊക്കെ നബിയുടെ പേരിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നഷ്ടമായത്? എന്താണ് യഥാർത്ഥത്തിൽ ഇവർ മൂടിവെച്ചത്? ഇവർ അട്ടിമറി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവർ മൂടി വെക്കുന്ന ഒന്നുണ്ടാവുമല്ലോ. അതെന്താണ്? അതിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ഇവരാരും പറയുന്നില്ല, ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അന്വേഷികൾ മുആവിയനെ പറ്റിയും അബൂ സുഫിയാനെ പറ്റിയും യസീദിനെ പറ്റിയും ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഈ അട്ടിമറികളെ പറ്റി മനസ്സിലാക്കുന്ന അന്വേഷികൾ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് അതെന്താണെന്ന് ചിന്തിക്കേണ്ടതാണ്. അതിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കാൻ, അതിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, മുആവിയയെ പറയുമ്പോൾ, മുആവിയയെ കുറ്റപ്പെടുത്തുമ്പോൾ, മുആവിയ ലാനത്തുല്ലാഹിയെ പറയുമ്പോൾ ഇവിടുത്തെ നിലവിലുള്ള മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വിറലി പിടിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കിതാബൊക്കെ സെർച്ച് ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ശിങ്കടികളും പറയുന്ന റഹ്മത്തുള്ളാഹി ഖാസിനിക്കൊക്കെ വിറലി പിടിച്ചിരിക്കുകയാണ്. എന്നാൽ വളരെ വ്യക്തമായിട്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഭവം ഇവർ പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. നീ പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പറയട്ടെ, കേരളത്തിൽ ചർച്ച നടക്കട്ടെ. നമുക്കറിയാം ഇവരുടെ ഭീരുത്വവും ഇവരുടെ കാപട്യവും ഒക്കെ നമുക്ക് വെളിവായതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പോയി നോക്കുക. റഹ്മത്തുള്ളാഹി ഖാസിനി എല്ലാവരുടെയും, നമ്മൾ നിന്നല്ല, പലവരും മുആവിയക്കെതിരെ വളരെ ആശയപരമായിട്ട് കമന്റുകളൊക്കെ അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് മ്യൂട്ട് ചെയ്യുകയുണ്ടായി. കാരണം കള്ളങ്ങൾ തകർന്നടയും എന്നുള്ളതാണ്. അപ്പോ കേരളത്തിൽ അന്വേഷികളിൽ തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നടന്ന അട്ടിമറികൾ ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്. നമുക്കറിയാം നിലവിലുള്ള മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ക്രിസ്ത്യാനികളിൽ നടന്ന അട്ടിമറി, ജൂതന്മാരിൽ നടന്ന അട്ടിമറി, മുസാ നബിക്ക് ശേഷം ജൂതന്മാരിൽ നടന്ന, യേശു ക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യാനികളിൽ നടന്ന അട്ടിമറിയൊക്കെ പറയാറുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നടന്ന അട്ടിമറി പറയാറില്ല. അത് അതിലും ഭീകരമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി എല്ലാവരും പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രസക്തമാണ്. എന്തിനാണ് അട്ടിമറിക്കുന്നത്? നമുക്കറിയാം എല്ലാ മതങ്ങളും എല്ലാ ആശയങ്ങളും അതിന്റെ കാലശേഷം അട്ടിമറിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അധികാരവും സ്വാർത്ഥതയും അവരുടെ എല്ലാ പഴയ ഉണ്ടായിരുന്ന സിസ്റ്റങ്ങളൊക്കെ പ്രവാചകന്മാർ വന്ന ശേഷം പോയി അതിനെ പഴയ ഉണ്ടായിരുന്ന അവരുടെ എല്ലാ തമ്മാടിത്തങ്ങളെയും തിരിച്ചു കൊണ്ടുവന്ന് അട്ടിമറി നടത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് അട്ടിമറിക്കുന്നതിനേക്കാളും നല്ല ഇതിന്റെ ഉള്ളിൽ കയറിക്കൊണ്ട് മായം കലർത്തലാണെന്ന് കുരുട്ടുബുദ്ധികൾക്കറിയാം. എന്തിനാണ് അട്ടിമറിച്ചത്? എന്താണ് അട്ടിമറിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ ഈ അബൂ സുഫിയാൻ, മുആവിയൻ, പൈശാചിക അച്ചുതണ്ടുകൾ, അവർക്ക് പിറകിലുള്ളവരും മറ്റുള്ള പലവരും ഇതിനെ അട്ടിമറിക്കുമ്പോൾ വേറെ ഒരു സംഭവം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ പ്രവാചകന്മാർക്ക് ശേഷവും നടന്ന അട്ടിമറി ഒരേ രൂപത്തിലാണ് അതിന്റെ സ്വഭാവം എന്ന് നമുക്ക് കാണാം. അപ്പൊ ഈ അട്ടിമറിയിൽ എന്താണ് നഷ്ടപ്പെടുന്നത്? ഏറ്റവും നല്ല മാമ്പഴത്തിനാണ് കല്ലേറുണ്ടാകല്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഏറ്റവും വലിയ അട്ടിമറി തന്നെ നടന്നിട്ടുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് അത്രയ്ക്കും വലിയ നിധിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്കും വലിയ ഉന്നതമായിട്ടുള്ള ദാത്താണ്. മുആവിയയെ പറ്റി പഠിച്ചവർക്കും നമ്മുടെ പല സഹോദരന്മാരും മുആവിയ, അബൂ സുഫിയാന്റെ ചതികളെ പറ്റി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അവർ അടുത്ത പടിയായി ചിന്തിക്കേണ്ടത്, അത് മനസ്സിലായി, ഇനി അടുത്ത പടിയായി ചിന്തിക്കേണ്ടത് എന്താണ് ഇവിടെ നിന്ന് മറഞ്ഞു പോയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാതൽ എന്താണ്? എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന കാതൽ എന്താണ്? എന്താണ് അവരുടെ പ്രസക്തി? അതിന്റെ കാതൽ നഷ്ടപ്പെടും. അട്ടിമറി നടക്കുമ്പോൾ, സ്വാർത്ഥർ ഇതിലേക്ക് വരുമ്പോൾ അതിന്റെ കാതലാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. കാതലിൽ നിന്നാണ് അത് വിരിയേണ്ടത്. അപ്പൊ അതിന്റെ കാതൽ എന്താണ്? എന്താണ് നഷ്ടമായത് എന്നാണ് തീർച്ചയായിട്ടും പഠിക്കേണ്ടത്. മുസ്തഫ മൗലവി ഒരു ഖുർആൻ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഖുർആനിന്റെ അകംപൊരുൾ എന്നാണ് അതിന്റെ പേര്. വളരെ പച്ചക്കന്നെ സത്യം പറഞ്ഞാൽ ഈ തർജ്ജമകളിലൊക്കെ, ഇനിയും ഇവിടെ ഇഷ്ടംപോലെ തർജ്ജമകളുണ്ട്, അതിന്റെ കൂടെ ഒരു തർജ്ജമ, ഈ തർജ്ജമയിലേക്ക് അള്ളാഹു എന്നുള്ളത് ഈശ്വരനെ സ്റ്റൈലാക്കി പറയുകയല്ലാതെ ഇതിന്റെ കാതലിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുറെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിസ്റ്റുകൾ, അതായത് ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറഞ്ഞ് കേരളത്തിൽ കുറച്ച് ആളുകളുണ്ട്, ലോകത്ത് തന്നെ പല പണ്ഡിതന്മാരുണ്ട് ഖുർആനിനെ വിജ്ഞാനിക രീതി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ വായിക്കുന്നവര്. അപ്പൊ ഖുർആനിസ്റ്റുകൾ കേരളത്തിൽ നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ പേര് ഖുർആനിന്റെ അകംപൊരുൾ എന്നായിരുന്നു. അതിൽ മുസ്തഫ മൗലവി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഖുർആന്റെ തർജ്ജമ എഴുതുമ്പോൾ ഖുർആനിന്റെ അകംപൊരുൾ എന്ന് പേര് വരുന്നു. അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്
ഇവരൊക്കെ ഖുർആാനിനെ പ്രധാനമായി കാണുന്നുണ്ട്. മുസ്തഫ മൗലവിയും ഹദീസുകളൊക്കെ തീർച്ചയായിട്ടും ഹദീസുകൾ മായം കലർന്നിട്ടുണ്ട്. എത്രയോ കാലശേഷമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ കുറവാണ്. അപ്പൊ ഹദീസുകളൊക്കെ മായം ചേർന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരൊക്കെ ഖുർആനാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്, ഖുർആാനിനെയാണ് പ്രധാനമായി എടുക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലാകാതെ പോയ ഒന്നുണ്ട്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഖുർആനും പിന്നീടാണ് ക്രോഡീകരിക്കുന്നതൊക്കെ. അതിന്റെ വശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ ഖുർആനിന്റെ ഈ വചനങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്നേഹം 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 എന്ന് കിതാബിൽ നോക്കി വായിക്കുകയാണ്. ഈ സ്നേഹം എവിടെയാണുള്ളത്? ഒരു മനുഷ്യന്റെ ഉള്ളിലാണുള്ളത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈ സ്നേഹം വർക്കാകണം, അപ്പോഴാണ് അതിന് മധുരം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കടലാസിൽ ബിരിയാണി എന്ന് എഴുതുക, ഒരു പാത്രത്തിൽ ബിരിയാണി വെക്കുക, എന്നിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് ബിരിയാണി എന്ന് എഴുതിയ കടലാസ് കൊടുക്കുക, ഒരാളെ വിളിച്ചുകൊണ്ട് ബിരിയാണിയും കൊടുക്കുക. ഏതാണ് യഥാർത്ഥം? ആ ബിരിയാണിയാണ് കഴിക്കേണ്ടത്. കടലാസ് കൊടുത്ത ആൾ എന്താണെന്ന് ചോദിക്കും, ബിരിയാണി എന്ന് എഴുതിയതും. അതേപോലെ ആണ് ഈ മുസാഫ് എഴുതിയതാണ്. ആ വചനം യഥാർത്ഥത്തിലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. യഥാർത്ഥ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുസ്തഫ മൗലവി അടക്കം കേരളത്തിലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പലർക്കും തിരിച്ചറിയാതെ പോയത്, അല്ലെങ്കിൽ ഖുർആൻ പ്രമാണം എന്നൊക്കെ പറയുന്നവർക്ക് തിരിച്ചറിയാതെ പോയത്, യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലാണ്. നിങ്ങൾ മായം കലർന്നു എന്ന് പറയുന്ന ഹദീസിലും നിങ്ങൾ പ്രമാണമായി പൊക്കിപ്പിടിക്കുന്ന ഈ മുസാഫിലും അപ്പുറമുള്ള ജ്ഞാനങ്ങളും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഈ എഴുത്തിലേക്ക് വന്ന ഒരു വേർഷനാണ്, ഒരു കിതാബ് ആണ് മുസാഫ്. യഥാർത്ഥ ഖുർആൻ ഉള്ളത് അവിടെയാണ്, അവിടെ നിന്നാണ് അത് മനസ്സിലാകുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലായില്ല എന്നുള്ളതാണ് കാതൽ. ഇനി ഒരു സീനും കൂടി പറയാം. മുസ്തഫ മൗലവി അടക്കം വെളുപ്പിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം നബി വഫാത്തിന്, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാൻ കിടന്ന രോഗത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേനയും പേപ്പറും ചോദിച്ചു വസിയ്യത്ത് എഴുതാൻ വേണ്ടി. അന്നേരം ഈ വ്യക്തി, അത് വലിയൊരു ബിംബമായിട്ടുള്ള ഈ വ്യക്തി അതിനെ നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്ക് ഖുർആൻ മതി, എന്തിനാണ് നബി വസിയ്യത്ത് എഴുതുന്നത്? അതിന് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു എതിർക്കുന്നുണ്ട്. അവസാനം പ്രശ്നമാകണ്ടെന്ന് വെച്ച് നബി വസിയ്യത്ത് എഴുതുന്നില്ല. കാരണം ഈ ജനതക്ക് അതിന് അർഹതയില്ല. അപ്പം ഇദ്ദേഹത്തെ പോലെയുള്ള ഇവരുടെ പിൻഗാമികളാണ് ഇവരും. ഇവർക്ക് ഖുർആൻ മതി. എന്നാൽ ഖുർആൻ കൊണ്ടുവന്ന ആരാണ്? ഈ ഖുർആൻ കൊണ്ടുവന്നത്? ഖുർആൻ എവിടെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലാണ്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ മുസ്തഫ മൗലവി ആകട്ടെ, അദ്ദേഹത്തെ കേൾക്കുന്നവരാകട്ടെ, കേരളത്തിലുള്ള കുറച്ച് ഷിയാ ടച്ചൊക്കെ ഉള്ളവരാകട്ടെ, പലവർക്കും ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം മനസ്സിലായിട്ടുണ്ട്. വളരെ വലിയ കാര്യമാണ്. എന്നാൽ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന നിധി എന്താണ് എന്ന് മനസ്സിലായില്ല. ഇത് തന്നെയാണ് ഇവിടെ സംഘടനകൾക്കും ഭിന്നിപ്പിനൊക്കെ സംഭവിച്ചത്. ഷിയാക്കളാകട്ടെ, ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകട്ടെ, വഹാബികളാകട്ടെ, ആരാകട്ടെ, കാക്കത്തുള്ളാഹിന്റെ സംഘടനകളാകട്ടെ, ഇവർക്കൊന്നും ഇത് മനസ്സിലായില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിധിയാണ് അലി റളിയല്ലാഹു അൻഹുവിലേക്ക് കൈമാറിയത്? അലി റളിയല്ലാഹുവിന്റെ അടുത്താണ് തസവുഫ് എന്നൊക്കെ മുസ്തഫ മൗലവിയും മറ്റുള്ളവരും അടക്കം പറയുന്നുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥ തസവുഫ്? എന്താണ് ഈ തസവുഫിന്റെ സമഗ്രത? ഇത് നിങ്ങളുടെ കേവലമായിട്ടുള്ള വ്യാഖ്യാനമോ നിങ്ങളുടെ യുക്തിയോ ഒന്നുമല്ല. അതിനപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമല്ല, ഒരു ആത്മീയ വിപ്ലവ നായകനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന തസവുഫാണ്, ആത്മീയതയാണ്, ദൈവിക സ്നേഹമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം മുള പൊട്ടുന്നത്. അപ്പോൾ ഈ മുആവിയൻ മതം ഇതിന്റെ മുകളിൽ വന്നപ്പോൾ മൂടിവെക്കപ്പെട്ട യഥാർത്ഥ നിധി ഈ തസവുഫാണ്. ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു, കണ്ണടക്കാൻ പറഞ്ഞു, കൽബ് തുറക്കാൻ പറഞ്ഞു. കൽബിൽ നിന്ന് കൽബിലേക്ക് അള്ളാഹുവിന്റെ നൂറ് പാസ് ചെയ്തു. അപ്പൊ കൽബ് എന്താണ്, ഹൃദയം എന്താണ്, ആത്മഹൃദയം എന്താണ് എന്നുള്ളത് അറിയില്ല. യഥാർത്ഥത്തിൽ തസവുഫ് തുടങ്ങുന്നത് ആത്മഹൃദയത്തിൽ നിന്നാണ്. കാരണം അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കണ്ണ് ഉറങ്ങും പക്ഷെ കൽബ് ഉറങ്ങില്ല. അപ്പൊ നിരന്തരമായി കൽബിലാണ് ദിക്റാകേണ്ടത്, കൽബിലാണ് ദിവ്യ പ്രകാശം കയറേണ്ടത്. അപ്പോൾ കേവല യുക്തിക്കും ഭാവനക്കും ചിന്തക്കും ഒക്കെ അപ്പുറമായിട്ടുള്ള, കാരണം ഇത് ആത്മീയതയാണ്, ഫംഗ്ഷൻ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഈ കൽബിനെ ഉണർത്തിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പൊ ഓരോ മതത്തെ അട്ടിമറിക്കപ്പെട്ടപ്പോഴും ആദ്യമായിട്ട് നഷ്ടപ്പെടുന്നത് കൽബിന്റെ ദിക്റാണ്. ദൈവമായിട്ടുള്ള കണക്ഷൻ ഇതുമായിട്ടാണ്. ഈ കൽബ് ഉണർന്നാലാണ് എല്ലാം തിരിച്ചറിയൽ. ഹദീസുകളിൽ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയലും, ഖുർആൻ എന്താണെന്ന് തിരിച്ചറിയലും. ഇവർ പറയുന്ന ഈ മുസാഫ് ഗ്രന്ഥം തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയൽ ഈ കൽബുണ്ടെങ്കിലാണ്. കൽബില്ലാതെ മുസാഫ് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവർ എത്ര ആശയവായന നടത്തിയിട്ടും ഖുർആനിന്റെ അകമ്പുകളെന്ന് പറഞ്ഞ് അള്ളാഹു എന്നുള്ളത് ഈശ്വരനായി എഴുതിയിട്ട് ഒരു സമഗ്രതയും ഒരു സംഭവവും മനുഷ്യൻ എന്താണെന്നോ യഥാർത്ഥ തസവുഫോ ഒന്നും അവർക്ക് കിട്ടാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കിട്ടാനും പോകുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് തസവുഫ്? എന്താണ് കൽബിന്റെ ദിക്ർ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആരെയാണ് അനുസരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കൽബിൽ ദിക്റുള്ള ഒരാളെയാണ് അനുസരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരാളെ വൈകീടിലാക്കാൻ തീരുമാനിച്ചാൽ മുർഷിദായ വലിയന്റെ അടുത്ത് അദ്ദേഹം എത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൽബിലേക്ക് ദിക്ർ കൊടുക്കൽ മുർഷിദായ വലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുമായിട്ട് കണക്ഷൻ വരാൻ ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പ് കൽബ് ഉണരലാണ്. ഇത് ഇവിടുത്തെ തെരീക്കത്തുകളെടുത്ത് വരെ നഷ്ടപ്പെട്ടു എന്നാണ്. കാരണം യഥാർത്ഥ ദീൻ ഇവിടെ നഷ്ടപ്പെട്ടു. പ്രവാചകന്മാരൊക്കെ കൊണ്ടുവരുന്ന ആദ്യ സ്റ്റെപ്പ് ഈ കൽബുണർന്നാലാണ് മനുഷ്യന്റെ ആത്മാവ് ഉണരൽ. ആത്മാവ് ഉണരലാണ് ആത്മീയത. ആത്മാവ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നീടാണ് മനുഷ്യന്റെ ആത്മാവിന്റെ
സഹായ ഫംഗ്ഷനുകളായിട്ടുള്ള സിറും കഫിയും അഖ്ഫയും അനയും ഒക്കെ ഉണരരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പൂർത്തീകരണമായിട്ടാണ് വന്നത്. എന്ത് പൂർത്തീകരണം? ഇതിനെ പൂർത്തീകരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിനെ ഉണർത്തുന്ന ഇൽമും റൂഹിനെ ഉണർത്തുന്ന ഇൽമും കഫിയെയും അഖ്ഫയെയും അനയെയും ഉണർത്തുന്ന ഇൽമും പൂർത്തീകരിച്ചു അള്ളാഹുവിനെ ദർശിച്ചു പൂർണ്ണമായിട്ട്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. ഇവർക്കൊന്നും മനസ്സിലാകാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന പല പേരുകളും ഉദ്ധരിച്ചുകൊണ്ട് അവരെ പോലെ ഒരാളാണെന്ന് അവർ പറയുന്നത്. അങ്ങനെയല്ല. ആത്മീയതയുടെ മഹാ ഉന്നതമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുവരെ കഴിഞ്ഞു പോയ ആരും കൊണ്ടുവരാത്ത അനയുടെ ഇൽമും കണ്ട് അള്ളാഹുവിനെ ദാത്തിയായി പൂർണ്ണമായി ദർശിച്ച ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവർക്ക് തിരിയാതെ പോയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ ഈ ആത്മീയതയുമാണ്. ഇതാണ് ഇപ്പൊ മുസ്തഫ മൗലവിയെ പോലുള്ളവരായാലും ഷിയാക്കളായാലും മുആവിയനെ അബൂ സുഫിയാനൊക്കെ മനസ്സിലായിട്ടും ഇതിന്റെ കാതൽ മനസ്സിലാകാതെ നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ കാതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് എല്ലാവരും കൊണ്ടുവന്നത്. അതാണ് ബൈബിളിന്റെ ആദ്യ കൽപ്പന. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. അതിന് ഹൃദയം തുറക്കണം. ഹൃദയം എന്താണെന്ന് അറിയണം. അത് പഠിക്കണം. അപ്പൊ ഈ ആത്മീയതയുടെ കാതലായ വശങ്ങളൊക്കെ മൺമറിഞ്ഞു. എന്നിട്ട് ഇവിടെ എന്താണെന്ന് പറഞ്ഞാല് വെറും ആചാരാനുഷ്ഠാന മതമായി കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, കുറച്ച് പൊളിറ്റിക്സ്, അതങ്ങനെ ഇതിങ്ങനെ എന്നുള്ള ചർച്ചകളും മാത്രമായി ഈ സമൂഹത്തെ ഫിഖ്ഹി ചർച്ചയിലൊക്കെ ഊളിയിടിപ്പിച്ചു. അപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടത് കൽബിന്റെ ദിക്ർ നഷ്ടപ്പെട്ടു. അത് മുഖേന തസവുഫിന്റെ ബേസിക് തന്നെ നഷ്ടപ്പെട്ടു. അത് മുർഷിദായ വലിയകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരുന്നു. ഇത് അസ്തമിച്ചപ്പോഴാണ് മുഹീദ്ദീൻ ഷെയ്ഖ് വന്നത്. ഇത് അസ്തമിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മുർഷിദായിട്ടുള്ള കൽബിന്റെ ദിക്ർ കൊടുക്കാനുള്ള ഔലിയാക്കളൊക്കെ ഇവിടെ വന്നത്. അവരത് കൊടുക്കുന്നു, നൽകുന്നു. അവരാണ് ഇതിനെ ഹയാത്താക്കുന്നത്. കൽബാണ് അടഞ്ഞു പോയത്. കൽബിനെ അവർ ഹയാത്താക്കുന്നു. അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിപ്പിക്കുന്നവർ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ദിക്ർ അസ്തമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഉയർത്തപ്പെടും. ഖുർആൻ ഇവിടെ കുറെ കോപ്പികൾ അച്ചടിച്ചിറക്കുകയാണ്. അതുപോലെ ദിക്ർ മജ്ലിസ് ഒക്കെ കൂടുകയാണ്. അതുപോലെ ഇന്ന് തെരീഖത്തുകാരൊക്കെ അൻഫാസിന്റെ ദിക്ർ കൊടുക്കുന്നതും കൂടുകയാണ്. എന്നാൽ അസ്തമിച്ച ഒരു ദിക്റുണ്ട്. അത് കൽബിന്റെ ദിക്റാണ്. അതാണ് ആത്മീയതയുടെ ആദ്യപടി. കൽബിന്റെ ദിക്ർ ഇവിടെ നിന്ന് അസ്തമിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന യഥാർത്ഥ തസവുഫിന്റെ, എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന യഥാർത്ഥ തസവുഫിന്റെ ആദ്യ പടിയായിട്ടുള്ള കൽബിന്റെ ദിക്ർ അസ്തമിച്ച്. ഇതുമായിട്ടാണ് എല്ലാവരും വന്നത്. ഗുരു നാനക്കും എല്ലാവരും, ഭഗവാൻ ശ്രീകൃഷ്ണനും എല്ലാവരും എന്റെ ഹൃദയം എന്റെ നാമത്തിൽ തുടങ്ങണം, എന്റെ നാമത്തിൽ അവസാനിക്കണമെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് അവസാനിച്ചപ്പോഴാണ് തീർച്ചയായിട്ടും ഇത് അവസാനിച്ചാൽ ഇതുമായിട്ട് ഉന്നതമായിട്ടുള്ള ഒരു ധാത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. അടുത്ത ഒരു വലിയ സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് വഹാബികളൊക്കെ മനസ്സിലാക്കുന്ന വേറൊരു രൂപത്തിൽ തന്നെയാണ് ഈ മുസ്തഫ മൗലവി ആയാലും എല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് ഇവർ ഇമാം മഹദിയെ നിഷേധിക്കുന്നുണ്ട്. ഇവരത്തുള്ള ഈ രേഖ ഖുർആനിൽ ഇമാം മഹദിയെ പറ്റില്ല എന്നുള്ള ഇതൊക്കെയാണ് പറയുന്നത്. ഇത് ലോകത്തിലെ ഒരു സിസ്റ്റമാണ്. അതായത് ഒരു ഭൗതിക കാര്യത്തിൽ വരെ, ഒരു ഭൗതിക വിഷയത്തിൽ വരെ ഒരു വിപ്ലവം ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കണം. ഒരു കിതാബല്ല വിപ്ലവം ഉണ്ടാക്കൽ. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കണം. അതുപോലെ തന്നെ ആത്മീയതയിലും അത് ഉള്ളിൽ വഹിച്ച ആ നൂറിനെ ഉള്ളിൽ വഹിക്കുന്നവരാണ് പ്രവാചകന്മാർ. അവരാണ് പ്രധാനം. കിതാബല്ല പ്രധാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദീൻ. ബൈബിൾ അല്ല ദീൻ. യേശുക്രിസ്തുവാണ് ദീൻ. ഇതാണ് ഇവർക്ക് മനസ്സിലാകാതെ പോയത്. കാരണം ഇതൊക്കെ ഉള്ളത് ഈ മനുഷ്യനല്ലാണ്. ഈ നൂറുമായിട്ടാണ്, ഈ നൂറിന്റെ ഗോളമാണ് ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇത് ലോകത്തെ ഭൂമിയിലെ ഒരു സിസ്റ്റമാണ്. പ്രാഥമികമായിട്ട് ഇത് ലോജിക്കിൽ തന്നെ മനസ്സിലാക്കുക. അതായത് ഭൂമിയിൽ കൊടാനുകൂടി മനുഷ്യർക്കിടയിൽ, നൂറ്റാണ്ടുകൾക്കിടയിൽ ഇറങ്ങി വരുന്ന പ്രഭകളായ മനുഷ്യരുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ഇതിനെ കൈമാറുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ മനുഷ്യന് പ്രധാനമുണ്ട്. ഇവരൊന്നും എനിക്ക് തോന്നുന്നത് വെറുതെ വാചകം കൊണ്ട് കപട സ്നേഹമൊക്കെ പറയാതെ സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് ഇരുന്നിട്ട് പോലില്ല. അപ്പൊ അടിക്കുന്നവരിതുണ്ട്. അപ്പൊ ഉന്നതമായ സ്നേഹത്തിന്റെ നൂറ് ഇറങ്ങി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് സ്നേഹങ്ങളെ ആകർഷിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ദിക്റൊക്കെ അസ്തമിച്ച് നിൽക്കുമ്പോൾ ഇനി വരേണ്ടത് മഹാ ഒരു അവതാരമാണ്, മഹാ ഒരു ദാത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന പോലെ ഒരു ദാത്ത് വരണം. അത് ഇവിടുത്തെ നിയമമാണ്, ഇവിടുത്തെ സിസ്റ്റമാണ്. അങ്ങനെ ഒരു ദാത്ത് വരണം. അതിനെയാണ് എല്ലാ അമ്പിയാക്കളും പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത്. ഭഗവാൻ കൽക്കി വരുമെന്നും അതുപോലെ ഇമാം മഹദി വരുമെന്നും മിഷാഹ വരുമെന്നും ഒക്കെ കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രേമ അവതാരം, പ്രണയത്തിന്റെ അവതാരം, ദൈവിക സ്നേഹവുമായിട്ട് വരണം. ആത്മീയതയുടെ പൂർത്തീകരണം ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി. അപ്പൊ നിലവിലുള്ള ആത്മീയതക്ക് മുകളിലുള്ള ഒരു ഇഷ്കുമായി നിലവിലുള്ള ആത്മീയതയുടെ ബേസിക് ഒക്കെ ശരിയാക്കിക്കൊണ്ട് ഒരു മഹാ അവതാരം വരണം. അതാണ് ഇമാം മഹദി. ഇവിടെ ഇനി ലളിതമായിട്ടൊരു കാര്യം നമുക്ക് പരിശോധിക്കാം. യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിനെ കാത്തിരുന്നവരുണ്ടായിരുന്നു. അതായത് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പുരോഹിതന്മാർ അവരുടെ കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും രേഖകളിലൊക്കെ മായൊക്കെ കലർത്തി അവരുടെ ഒരു രൂപത്തിലാണ് കാത്തിരുന്നത്. അപ്പൊ അങ്ങനെയല്ല യേശുക്രിസ്തു വന്നത്. അപ്പോൾ അവർ നിഷേധിച്ചു. അതുപോലെ തന്നെ യേശുക്രിസ്തു വന്നപ്പോൾ മുസ്തഫ മൗലവിയെ പോലുള്ള മൗലവിമാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം യേശുക്രിസ്തു ഒന്നില്ല, എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ. എന്നാൽ പച്ചക്ക് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു മണ്ണാങ്കട്ടയില്ല. ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പായ കൽബ് എന്താണെന്ന് അറിയില്ല, കൽബിന്റെ ദിക്റില്ല, കൽബ് ഉണർന്നിട്ട് പോലുമില്ല. എന്നാൽ എല്ലാം ഉള്ളിലാണെന്ന് പറഞ്ഞിട്ട് മഹാദാത്തിനെ, എല്ലാം ഉണർത്താൻ വന്ന ദാത്തിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കേരളത്തിലും ഉണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ. കേരളത്തിലല്ല, ലോകത്തന്നെ ഷെയ്ഖ് ചമഞ്ഞിരിക്കുന്ന ഒരു ഷെയ്ഖുമല്ലാത്ത പലവരും ഉണ്ട്. എന്നാൽ ഇവരൊക്കെ ഷെയ്ഖാണ്. ഇപ്പൊ മുസ്തഫ മൗലവി ആയാലും അദ്ദേഹം ഒരു ഗുരു തന്നെയാണ്. ഗുരു അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, കുറെ ആളുകളുണ്ട്, ഒരു സെറ്റപ്പ്, സംഘടന ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ മഹദി ഇല്ല എന്ന് പറയുന്ന ഷെയ്ഖുമാരൊക്കെ. അവരൊന്നും ഷെയ്ഖ് തന്നെയല്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരാൾ കേരളത്തിൽ ഒരു ഷെയ്ഖ് ചമഞ്ഞിരിക്കുന്ന ആൾ പറയുകയുണ്ടായി മഹദി ഒന്നില്ല.
അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരിന്റെ മുമ്പ് ഷാ ഉണ്ട്, നിങ്ങൾ ഖാദിയാണ്, നിങ്ങൾ ഷെയ്ഖാണ്, നിങ്ങൾക്ക് തട്ടമുണ്ട്, മുരീദുമാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, നിങ്ങളുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, മഹദിയില്ല, ഉന്നതമായ ദാത്തുകളില്ല. കാരണം അവരെ സ്വീകരിച്ചാൽ ഇവരുടെ ഷെയ്ഖ് പട്ടമൊക്കെ പോവും. ഇതൊക്കെ അസ്തമിച്ചാലാണ്, ഇതൊക്കെ അസ്തമിച്ച് നിൽക്കുമ്പോൾ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, യേശുക്രിസ്തു വന്നത്. ഇതൊക്കെ അസ്തമിക്കുമ്പോൾ തന്നെയാണ് മഹദി വന്നത്. അപ്പൊ ഇതൊക്കെ ഇവരുടെ പട്ടങ്ങളൊക്കെ പോവും, ഇവരുടെ അധികാരവും ഷോ ഒക്കെ പോവും. പക്ഷെ സത്യാന്വേഷികൾ ഇത് ഗൗരവപൂർവ്വം ഓർക്കേണ്ടതാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇവരോടൊന്നല്ല പറയുന്നത്, ഇവരെയൊക്കെ കേട്ട് ആ ബേസിക് ഒക്കെ കിട്ടി ഈ മുആവിയൻ മതത്തൊക്കെ അറിഞ്ഞ് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടുന്ന് ദിക്റേ കൽബ് തന്നെ അസ്തമിച്ചിരിക്കുന്നു. നിലവിലുള്ള തെരീക്കത്തുകളിൽ തന്നെ മായം വന്നിരിക്കുന്നു. അവർ കൊടുക്കുന്നത് അൽഫാസിന്റെ ദിക്റാണ്, അത് നഫ്സിനെ ശുദ്ധിയാക്കാനുള്ളതാണ്. നഫ്സാകട്ടെ ഭൗതികമായിട്ടുള്ള തലം മാത്രമാണ്. എന്നാൽ ഇവിടെ കൽബിന്റെ ദിക്ർ പോലും അസ്തമിച്ചിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറുന്നത് ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇമാം മഹദി വരൽ എന്തുകൊണ്ടാണ്? കൽബിന്റെ ദിക്റുമായിട്ടാണ് ഇമാം മഹദി വരൽ. ഇമാം മഹദി കൈമാറുന്ന നിധി അതാണ്. അല്ലാതെ ഇമാം മഹദി വന്ന് ഇമാം മഹദി എന്ന് നിലവിലുള്ള മുസ്ലിങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിലവിലുള്ള മുസ്ലിങ്ങൾ ജൂതന്മാർക്ക് യേശുക്രിസ്തുവിനെ മനസ്സിലാകാത്തതുപോലെ ഇമാം മഹദിയെ മനസ്സിലാവില്ല. കാരണം അവരുടെ രേഖകളിലൊക്കെ മായം കലർന്നു. ആ ബാഹ്യമായിട്ടുള്ള കണ്ണുകൊണ്ടാണ് അവർ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇമാം മഹദി വരൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിധിയുമായിട്ടാണ്, ആത്മീയതയുടെ നിധിയുമായിട്ടാണ്. അദ്ദേഹം ആദ്യം ബേസിക്കാണ് കൊടുക്കൽ, കൽബിന്റെ ദിക്റാണ് കൊടുക്കൽ. കൽബിന്റെ ദിക്ർ കൊടുത്താലാണ് അള്ളാഹുമായി കണക്ഷൻ ആകൽ. അവർക്കാണ് കാഴ്ച, യഥാർത്ഥ ആത്മീയ കാഴ്ച ഉണ്ടാവില്ല, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഈ മായാ ലോകത്ത്. അപ്പോൾ ആദ്യം അത് കൊടുക്കും, പിന്നെ എല്ലാം അദ്ദേഹം തീർച്ചയായിട്ടും ഉണർത്തും. ആത്മീയതയുടെ എല്ലാ സ്റ്റെപ്പിലേക്കും പടിപടിയായി കൊണ്ടുപോകും. മാത്രമല്ല ആത്മീയതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർത്തീകരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇമാം മഹദിയിൽ ആത്മീയതക്കും അപ്പുറമുള്ള ഇഷ്കും മഹാത്മാവിന്റെ അടുത്തുണ്ടാകും. സുഹൃത്തുക്കളെ, ഇവിടെയാണ് ഇവരൊക്കെ നമുക്ക് സ്റ്റോപ്പ് ഇടുന്നത് എന്ന് മനസ്സിലാക്കുക. അന്വേഷികൾക്കൊക്കെ സ്റ്റോപ്പ് ഇടുന്നത് ഇവർ ഇങ്ങനെയാണ്. അതായത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മഹാ ഉന്നത ദാത്തിനെ നിഷേധിച്ചതുകൊണ്ടാണ്. അത് വലിയ ഒരു ഇതാണ്. മുആവിയൊക്കെ ചെയ്തത് ഇത് തന്നെയാണ്. മുആവിയൊക്കെ ആരെയാണ് പേടിച്ചത്? ഖുർആനിനെ ഒന്നല്ല, ഒരു ഗ്രന്ഥത്തെയും കിതാബിനെയും ഒന്നല്ല മുആവിയൻ മതം പേടിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മൂടി വെച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനന്തരം എടുക്കുന്നവരാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികൾ ആരാണ്? മുർഷിദായ വലിയാണ്. മുർഷിദായ വലികൾ വന്ന് അവസാനം പൂർണ്ണ ഇരുട്ടായാൽ ഏറ്റവും വലിയ ഉന്നത ദാത്ത് ഇമാം മഹദി, ഭഗവാൻ കൽക്കി, മഹാപ്രേമാവതാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിരിക്കുന്നു. അത് വരാനുള്ളതാണല്ലോ. വന്നു എന്ന് പറഞ്ഞിരിക്കാനുള്ളതല്ല, വരാനുള്ളതാണ്. അവരെങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ആത്മീയതയുടെ കണ്ണുകൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. ആത്മീയതയുടെ ബേസിക് ഇട്ടുകൊണ്ടാണ് അവർ വരുന്നത്. പിന്നീടാണ് ബാക്കിയൊക്കെ സംഭവിക്കൽ, പടിപടിയായി സംഭവിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിലെ പണ്ഡിതനായിട്ടുള്ള റഹ്മത്തുള്ളാഹി ഖാസിമി, അദ്ദേഹം ഈ വിഷയത്തിൽ പലതും പറഞ്ഞിട്ട് അവസാനം യഥാർത്ഥം അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പോയപ്പോൾ അദ്ദേഹം വിഡ്ഢിത്തമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പറയൽ തന്നെ അദ്ദേഹം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അന്വേഷികൾക്ക് മുന്നിൽ യഥാർത്ഥത്തെ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ. സുഹൃത്തുക്കളെ, ലക്ഷക്കണക്കിന് ആളുകളുടെ, എല്ലാ മനുഷ്യർക്കും ആത്മഹൃദയമുണ്ട്, കൽബുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തെ മതജാതി ദേശ വ്യത്യാസമില്ലാതെ എല്ലാ പ്രവാചകന്മാരും, ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെ അനുയായികളാണ്, മൂസാ നബിയുടെ അനുയായികളാണ് ജൂതന്മാർ, മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്. എല്ലാവരും തെറ്റിക്കപ്പെട്ടു മായം കലർന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരുടെയും ആത്മഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് യഥാർത്ഥ ഹക്കിലേക്ക്, ഇവിടെ മായം കലർന്ന മതങ്ങളായതുകൊണ്ട് മതങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നവർ വരെ ഉണ്ട്, അവരെ വരെ യഥാർത്ഥത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആത്മഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് ഇമാം മഹദി, ഇമാമി മുബീൻ, ഖുർആൻ പറഞ്ഞ മഖുൽഷീൻ അക്സൈനാഉ ഫി ഇമാമി മുബീൻ, എല്ലാം തികഞ്ഞ എല്ലാം സമ്പൂർണ്ണമായ ഒരു ഇമാമും വരണം. അത് കിതാബല്ല, മനുഷ്യനായിട്ട് തന്നെ വരണം. ആ മനുഷ്യനായിക്കൊണ്ട് മഹാ അവതാരം അവതരിച്ചിരിക്കുന്നു. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നു. അദ്ദേഹം ലക്ഷക്കണക്കിന് അടഞ്ഞുപോയ മാനവ ഹൃദയങ്ങളുടെ കൽബ് ഉണർത്തിക്കൊണ്ട് അതിനെ അടിത്തറ ഇട്ടിരിക്കുന്നു. 20 വർഷത്തിലേറെയായി അദ്ദേഹത്തിന്റെ പ്രതിനിധി സയ്യിദ് യൂനുസ് ഗോഹർ അൽറ ടിവിയിലൂടെ സംസാരിക്കുന്നു. ഈ മഹാനിധിയെ കൈമാറിക്കൊണ്ടിരിക്കുന്നു, മഹാരഹസ്യങ്ങൾ വെളിവാക്കുന്നു. ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ ഈ ഭൂമിയിൽ വെളിവാക്കാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാം അപ്ഡേറ്റ് ആയിട്ടാണ് വരില്ല. അപ്പൊ ആത്മീയതയും അപ്ഡേറ്റ് ആവും. ഇനി എല്ലാ രഹസ്യങ്ങളും, ഇതുവരെ ഒരു പ്രവാചകന്മാരും പറയാത്ത രഹസ്യങ്ങളും വെളിവാക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അസ്തമിച്ച തസവുഫിന്റെ ബേസിക്, നമ്മൾ ആദ്യം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അതിന്റെ ABCD പഠിപ്പിക്കണം. അതുപോലെ തസവുഫിന്റെ ബേസിക് പഠിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദീനിലാഹി. വളരെ ലളിതമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ എന്താണുള്ളത്, മനുഷ്യൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്താണ് ആത്മലോകം, ഇതൊക്കെ കഷ്ണമായി പറഞ്ഞുകൊണ്ട് വലിയ അറിവാണ്, ഇതിന്റെ എന്തെങ്കിലും പൊടിയൊക്കെ അറിയും, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ അറിവാണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് പലരും. അതുപോലെ തന്നെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഷായുടെ തസവുഫിന്റെ ഈ തൈലീമ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില സൂഫികൾ എന്ന് പറയുന്ന സൂഫികളല്ലാത്ത ഷെയ്ഖ് ചമഞ്ഞിരിക്കുന്ന പലരും ഇത് കോപ്പി അടിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ നേരിട്ട് അനുഭവമുണ്ട്. കാരണം ഇവർക്ക് സത്യമല്ല അറിയേണ്ടത്. ഇവർക്ക് എന്തെങ്കിലും കോപ്പി അടിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഷെയ്ഖ് ചമഞ്ഞിരിക്കണം. ഇവരുടെ ചതിയിൽ നിങ്ങൾ പെടരുത്. തീർച്ചയായിട്ടും ദീനിലാഹി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ആ ഗ്രന്ഥത്തിൽ തീർച്ചയായിട്ടും ഫൈസ് ഉണ്ട്. അത് വെറും ഒരു കിതാബല്ല. അതായത് വളരെ ചുരുക്കി, ഇനി അതേ ജനങ്ങളോട് പറയേണ്ടതുള്ളൂ. തസവുഫിനെ വളരെ ചുരുക്കി ലളിതമായിട്ട് മനോഹരമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ദീനിലാഹി. എന്താണ് തസവുഫ് എന്ന്? ഇതാണ് നമുക്ക് കളഞ്ഞുപോയ നിധി, നഷ്ടപ്പെട്ട നിധി. അതിനെ പറയുന്ന കിതാബാണ് ദീനിലാഹി. അതുപോലെ അൽറ ടിവിയിൽ ഇന്ന് ലോകത്തിന്റെ ആധുനികമായ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ കാലത്തിന്റെ നായകൻ സംസാരിക്കേണ്ടത്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായുടെ പ്രതിനിധി സയ്യിദ് യൂനുസ് ഗോഹർ അൽറ ടിവിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഡെയിലി സംസാരിക്കുന്നു, ജനങ്ങളുടെ സംശയം കേൾക്കുന്നു, പല രഹസ്യങ്ങളും വെളിവാക്കുന്നു. ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ വെളിവാക്കാനുണ്ടെന്ന്
പറയുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞു പോയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കഴിഞ്ഞു പോയ ചരിത്രത്തിൽ മൂടി വെക്കപ്പെട്ട നിധി അതിന്റെ ഏറ്റവും വലിയ പ്രഭയോടെ ഇന്ന് ഭൂമിയിൽ വന്നിരിക്കുന്നു. അതിനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്, തീർച്ചയായിട്ടും പഠിച്ചു നോക്കാം, അന്വേഷിക്കാം. സ്വീകരിക്കുന്ന അതിന്റെ ആത്മാക്കൾ അതിനെ സ്വീകരിക്കും, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം. അപ്പോൾ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ നിൽക്കാതെ യാത്ര തുടരുക, യഥാർത്ഥത്തെ നോക്കിക്കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഏവർക്കും